Hi friends, it's me Sanuf. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് LICയിൽ ചൈന ഇന്ത്യക്കെതിരെ പ്ലാൻ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിന്റെ കമാൻഡറെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിന് പിന്നിലെ കാരണം എന്താണ്, പുതിയ കമാൻഡറിനെ നിയമിച്ചതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങളും ഇത് കൂടാതെ സൗത്ത് ചൈന സീയെ ചുറ്റിപ്പറ്റിയിട്ട് വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സിനെ പറ്റിയിട്ടും അങ്ങനെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്സ് ആണ് ഈ ഒരു വീഡിയോയിൽ വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. നവംബർ മാസം അവസാനിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു അതിർത്തി തർക്കത്തിലെ ഡിപ്ലോമാറ്റിക് ടോക്കുകളെല്ലാം തന്നെ ഒന്ന് സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു. കാരണം അടുത്തതായിട്ട് എന്ന് ടോക്ക് നടത്തണം, കമാൻഡർ ലെവലിലെ ടോക്ക് എന്നായിരിക്കണം, എവിടെ വെച്ചായിരിക്കണം, ഇതിനെപ്പറ്റിയൊന്നും ചൈനയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ഹിന്റും വരുന്നില്ല. കാരണം ചൈന ആ ടൈമിൽ അവരുടെ വേറെ കുറേയധികം ഇന്റേണൽ ആയിട്ടുള്ള വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യായിരുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ LICയിൽ കൂടുതൽ ട്രൂപ്സിനെയും ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചൈനയുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് വരട്ടെ എന്ന്. കാരണം ഇന്ത്യയുടെയും ചൈനയുടെയും ഈ അതിർത്തി തർക്കത്തെ പറ്റി സംസാരിക്കാനായിട്ട് ഒരു വർക്കിംഗ് മെക്കാനിസം ഒക്കെ ഉണ്ട്. സോ ആ കമ്മിറ്റി പോലും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചൈനയുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ചൈന ലേറ്റസ്റ്റ് ആയിട്ട് ഡിപ്ലോമാറ്റിക് ടോക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനിടയിൽ പോലും ഈ ഒരു ഡിസംബർ 13 ഈ ഒരു ടോക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തത്. പക്ഷെ അതിന് ഇടയിലുള്ള ആ ദിവസങ്ങളിലൊക്കെ ചൈന കൊണ്ടുവന്നൊരു കാര്യമായിരുന്നു LICയിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അതായത് ന്യൂ നോർമലായിട്ട് അംഗീകരിക്കാനായിട്ട് ഇന്ത്യ തയ്യാറാകണമെന്ന്. ഇതെങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ചൈന ഫിംഗർ ഏരിയയിൽ ഹൈ പോയിന്റ്സ് അവരുടെ കൈവശം ഉണ്ടാകും. ഇത് കൂടാതെ ബാക്കിയുള്ള ഡെപ്സാങ് പ്ലെയിന്, പിന്നെ ബാക്കി ഈ ഒരു ഫ്രിക്ഷൻ പോയിന്റ് എവിടെയൊക്കെയാണോ അവിടെ എവിടെയെല്ലാം ചൈന മേധാവിത്വം നേടിയിട്ടുണ്ടോ അതെല്ലാം തന്നെ ഇന്ത്യ അംഗീകരിക്കണമെന്നും ഇതാണ് പുതിയ LIC എന്ന് സ്വയം ഒന്ന് മനസ്സിൽ വിചാരിക്കണമെന്നൊക്കെയാണ് ചൈന പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എതിർപ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഒരു പ്രോപ്പർ ആയിട്ടുള്ള നീക്കം എന്താണെന്ന് ഇന്ത്യ കാണിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാവുകയായിരുന്നു. സോ അങ്ങനെ ഒരു നീക്കം ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ആ നീക്കം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചൈന അവരുടെ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിന്റെ കമാൻഡറെ ചേഞ്ച് ചെയ്തു. മുമ്പത്തെ കമാൻഡർ ആയിരുന്ന ഷാവോ എന്നറിയപ്പെടുന്ന വ്യക്തിയെ മാറ്റിയിട്ട് ഷാങ് എന്നറിയപ്പെടുന്ന വ്യക്തിയെ ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഷാവോ എന്നറിയപ്പെടുന്ന വ്യക്തിയെ എന്തുകൊണ്ട് മാറ്റി എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കും. കാരണം ഈ ഷാവോ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഇപ്പോഴത്തെ അതിർത്തി തർക്കത്തിന് ഏറ്റവും കൂടുതൽ കാരണക്കാരനായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഡോക്ലാം സ്റ്റാൻഡ് ഓഫ് 2017 ഉണ്ടായപ്പോൾ അതിനും ഒരു മാസ്റ്റർ മൈൻഡായിട്ട് ഈ ഒരു വ്യക്തി ഉണ്ടായിരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോ എല്ലാം തന്നെ ഒരു കാര്യം ഉന്നയിച്ചാണ്. കാരണം ഇദ്ദേഹമാണ് ഈ ഒരു തിയേറ്ററിനെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഇത് കൂടാതെ ഈ ഷാവോ എന്നറിയപ്പെടുന്ന വ്യക്തി അധികാരത്തിൽ കയറിയിട്ട് ഇത് ഈ ഒരു വെസ്റ്റേൺ തിയേറ്ററിന്റെ കമാൻഡറായിട്ട് കയറിയിട്ട് കുറച്ച് മാസങ്ങൾക്കകമാണ് ഈ ഒരു പ്രശ്നം ഡോക്ലാമിൽ സൃഷ്ടിക്കപ്പെട്ടത്. 2016 ഇദ്ദേഹം അധികാരത്തിൽ കയറി, 2017 പ്രശ്നം സൃഷ്ടിക്കപ്പെട്ടു. അതേപോലെ തന്നെ 2020 ഇന്ത്യയും ചൈനയും തമ്മിൽ ഈ ഒരു കഴിഞ്ഞൊരു 25-30 വർഷത്തിനിടയിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ശക്തമായ സംഘർഷം നടന്നു. ഗൽവാൻ വാലിയിൽ നമ്മുടെ 20 ജവാന്മാർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നു. അങ്ങനെ ചൈനയുടെ ഭാഗത്താണെങ്കിൽ 40-ൽ കൂടുതൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവരിതുവരെ അത് കൺഫേം ചെയ്യുന്നില്ല. സോ അങ്ങനെ ഇരുന്നപ്പോൾ ഇതിനൊക്കെ നേതൃത്വം നൽകിയ ഈ ഒരു കമാൻഡറെ മാറ്റിയിട്ട് പുതിയ കമാൻഡറായിട്ട് ഈ ഒരു ഷാങ് എന്നറിയപ്പെടുന്ന വ്യക്തിയെ നിയമിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കാരണമായിട്ട് ഡിഫൻസ് വിദഗ്ധർ പറയുന്നത് മേ ബി ഈ ഒരു ഷാവോ എന്നറിയപ്പെടുന്ന വ്യക്തിക്ക് 65 വയസ്സ് കഴിഞ്ഞു. സോ ചൈനയുടെ ഒരു പോളിസി പ്രകാരം 65 വയസ്സായി കഴിഞ്ഞാൽ അവര് സെൻട്രൽ കമ്മിറ്റി മെമ്പർ ആണെങ്കിൽ, അത് അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ ആണെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഒരു 2 വർഷം കൂടെ. അല്ലെങ്കിൽ അവര് ഒരു സുപ്പീരിയർ കമ്മിറ്റി, അതിന്റെയും മുകളിൽ ഒരു കമ്മിറ്റിയിൽ മെമ്പർ ആണെങ്കിൽ 72 വയസ്സ് വരെ സേവനത്തിൽ തുടരാൻ പറ്റും, അല്ലെങ്കിൽ അവർ റിട്ടയർഡ് ആണെന്നാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ഷാവോ ഈ ഒരു സുപ്പീരിയർ കമ്മിറ്റിയിൽ കയറാനായിട്ട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള മെന്റാലിറ്റി ഉള്ള വ്യക്തിയാണ് ഈ ഒരു ഷാവോ എന്നറിയപ്പെടുന്ന വ്യക്തി. സോ അതുകൊണ്ട് ഇദ്ദേഹം മേ ബി ചൈനയുടെ പൊളിറ്റിക്സിൽ കൂടുതൽ ഒരു ഇടപെടൽ നടത്തുമോ എന്നുള്ള പേടി ചൈനയുടെ പ്രീമിയർ ആയിട്ടുള്ള സീ ജിൻപിങ്ങിന്റെ മനസ്സിൽ വന്നിരിക്കാമെന്നും അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ മാറ്റിയിരിക്കാമെന്നൊക്കെയാണ് പല വിധത്തിലും അഭിപ്രായം ഉന്നയിക്കുന്നത്. ഇദ്ദേഹത്തെ മാറ്റിയിട്ട് ഷാങ് എന്നറിയപ്പെടുന്ന വ്യക്തിയെ നിയമിച്ചിട്ടുണ്ട്. സോ ഈ ഷാങ്ങിന്റെ സ്പെഷ്യാലിറ്റി നോക്കുകയാണെങ്കിൽ, ഈ ഷാങ് ആക്ച്വലി ഇതിനു മുൻപ്
നോർത്തേൺ തിയേറ്റർ കമാൻഡ്, ചൈനയ്ക്ക് 5 തിയേറ്റർ കമാൻഡ് ഉണ്ട്. ഇതിൽ നോർത്തേൺ തിയേറ്റർ കമാൻഡിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. അതിനുശേഷം സെൻട്രൽ തിയേറ്റർ കമാൻഡിന്റെ ഒരു സെക്കൻഡ് സുപ്പീരിയർ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണ് ഈ ഒരു വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിൽ നിയമിച്ചിരിക്കുന്നത്. ചൈനയുടെ ഒരു ഭൂപ്രകൃതി വെച്ച് നോക്കുകയാണെങ്കിൽ നോർത്ത് അതൊക്കെ ചൈന പിടിച്ചെടുത്ത ഭാഗങ്ങളാണ്. ഒരു ഒഫീഷ്യൽ ചൈന എന്ന് പറയുന്നത് ആകെ അവർ സെൻട്രൽ ചൈന മാത്രമേ ഉള്ളൂ. സോ നോർത്തേൺ തിയേറ്റർ കമാൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ സെൻട്രൽ ആണെങ്കിലും ഇതുപോലെ ഈസ്റ്റ് ആണെങ്കിലും ഇവിടെയെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് ഉള്ളത്. പ്രത്യേകിച്ച് വെസ്റ്റേൺ തിയേറ്റർ കമാൻഡ് കുറച്ചും കൂടെ ദുർഘടമായ ഒരു തിയേറ്റർ കമാൻഡാണ്. ഇവിടെ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് വളരെയധികം ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. സോ അതുകൊണ്ട് ഇതിൽ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഈ ഒരു ഷാങ്ങെ നിയമിച്ചത് സി ജിൻപിങ്ങിന്റെ താല്പര്യം കൊണ്ട് മാത്രമാണെന്നാണ് ഇപ്പോൾ വിദഗ്ധര് അഭിപ്രായം ഉന്നയിക്കുന്നത്. അതായത് സി ജിൻപിങ്ങിന് മാവോ സേതുവിനേക്കാളും ഒരു പോപ്പുലാരിറ്റി ചൈനയിൽ നേടിയെടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിനായിട്ടാണ് പല പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു സി ജിൻപിങ്ങിനെ എതിർക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു നീക്കം വരികയാണെങ്കിൽ അതിനെ തടയാനായിട്ട് ശ്രമിക്കണമെന്നും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു പൊളിറ്റിക്സിലൊന്നും താല്പര്യം പ്രകടിപ്പിക്കാത്ത ഷാങ്ങിനെ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിൽ നിയമിച്ചതായിട്ടും നമുക്ക് പറയാൻ പറ്റും. ഇത് കൂടാതെ ഈ ഷാങ് എന്നറിയപ്പെടുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിയമിച്ചതിലൂടെ ഒരു വലിയൊരു ചാൻസും ചൈന നേടിയെടുത്തിട്ടുണ്ട്. അതായത് ഷാങ്ങിന് ഇനിയുള്ള വിന്റർ സീസണിൽ മുഴുവനായിട്ട് തന്നെ ഈ ഒരു വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിനെ പറ്റി പഠിക്കാനും അവിടെ എന്തൊക്കെ നീക്കങ്ങൾ നടപ്പാക്കാം എന്നൊക്കെ ഒരു പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇനിയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നല്ല ഹാർഷ് വിന്റർ ആണ്. സോ ആ സമയത്ത് എന്തായാലും ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനായിട്ട് LAC സാധിക്കില്ല. സോ ഈ ഒരു സമയം യൂസ് ചെയ്തിട്ട് സമയം ഗെയിൻ ചെയ്തിട്ട് ഇവിടെയുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കാനായിട്ട് പുതിയതായിട്ട് നിയമിക്കപ്പെട്ട കമാൻഡറിന് സാധിക്കുമെന്നും വിദഗ്ധർ അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് ചൈന ചാരപ്രവൃത്തി നടത്താനായിട്ടും കാര്യമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തയിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇന്ത്യൻ അതിർത്തിയിലോട്ട് വേഷം മാറിയിട്ട് സിവിലിയൻസിനെ പോലെ വേഷം മാറിയിട്ട് ചൈനീസ് സോൾജേഴ്സ് കടന്നു വരാൻ ശ്രമിച്ചതായിട്ടും ഇത് ഇന്തോ ടിബറ്റ് ബോർഡർ ഫോഴ്സ് അതുപോലെ തന്നെ അതിർത്തിയിലെ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചറിയുകയും അവരെ തടഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചൈന ചാരപ്രവൃത്തി നടത്തിയിട്ട് ഇന്ത്യയുടെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കാം എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നും നമുക്ക് അറിയാൻ പറ്റും. ഈ കമാൻഡർ നിയമിച്ചതും ഈ ഒരു ചാരപ്രവൃത്തി നടത്തുന്ന കാര്യവും ഒരുമിച്ചാണ് പുറത്തു വന്നത്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, ചൈന എന്തെല്ലാമോ പ്ലാനിങ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനായിട്ടാണ് അവർ പലതരത്തില് ഒരു നീക്കങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന നീക്കത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യ കുറച്ചും കൂടി ശക്തമായിട്ട് തന്നെ LACയിലെ പ്രശ്നങ്ങൾ നിരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള കൂടുതൽ വെപ്പൺസ് അതുപോലെ എയർക്രാഫ്റ്റ് ഇതെല്ലാം പർച്ചേസ് ചെയ്യേണ്ട കാര്യം ഒന്നും കൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ആലോചിക്കുന്നു പറഞ്ഞിട്ടും പല സോഴ്സുകളും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ആയിട്ട് ഇന്ത്യ കൂടുതൽ ശക്തമായിട്ട് തന്നെ LACയിലെ നിരീക്ഷണം ശക്തമാക്കാനും ഈ വിന്ററിൽ ഇന്ത്യൻ സോൾജേഴ്സിനെ ഒന്നും കൂടെ അവരെ ഉത്സാഹിപ്പിക്കാനായിട്ട് അവർക്ക് വേണ്ട ഒരു എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നൽകണമെന്നും ഇന്ത്യ തീരുമാനിച്ചതായിട്ടും നമുക്ക് അറിയാൻ സാധിക്കും. ഇതേ സമയത്ത് സൗത്ത് ചൈന സീ നോക്കുകയാണെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെ USS മസ്റ്റിൻ എന്ന് പറയുന്ന ഡെസ്ട്രോയർ തായ്വാൻ സ്ട്രേറ്റിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡെസ്ട്രോയർ പോയതിന് പിറകില് ചൈന അവരൊരു വാർഷിപ്പ് യൂസ് ചെയ്തിട്ട് അതിനെ പിന്തുടർന്നുവെന്നും അവർ നിരീക്ഷണം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യുന്നുണ്ട്. ചൈന തന്നെ ക്ലെയിം ചെയ്യുന്നതാണ്. ഇത് അമേരിക്ക പറയുന്നത് ടോട്ടലായിട്ടും തെറ്റാണെന്നും ആ വാർഷിപ്പ് അമേരിക്കൻ ഡെസ്ട്രോയർ അവിടേക്ക് പോയത് ഒരു ഇന്റർനാഷണൽ ലോസിനെയൊക്കെ മാനിച്ചുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് ചൈന സൗത്ത് ചൈന സീയിൽ അവരുടെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഒരു എയർക്രാഫ്റ്റ് കാരിയർ, ഇതിനെ ഷാൻഡോങ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഈ ഒരു എയർക്രാഫ്റ്റ് കാരിയർ യൂസ് ചെയ്തിട്ട് അവിടെ നിരീക്ഷണം നടത്താനായിട്ട് തീരുമാനിച്ചതായിട്ടും ഇതിനായിട്ട് തായ്വാൻ സ്ട്രേറ്റിലൂടെ കടന്നു പോയതായിട്ടും വാർത്ത വരുന്നുണ്ട്. അവിടെ ഒരു മിലിറ്ററി ഡ്രില്ല് തന്നെ ചൈന കണ്ടക്ട് ചെയ്യുന്നുണ്ട്. തായ്വാനും അമേരിക്കയും ഇതിന് ശക്തമായിട്ട് ഉറ്റുനോക്കുന്നുണ്ട്. ഇത് കൂടാതെ ജപ്പാൻ ആണെങ്കിൽ അവർ ഡിഫൻസിന്റെ ബജറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ചൈനയെ കൗണ്ടർ ചെയ്യാനായിട്ടാണ് ഈ ഒരു നീക്കം ജപ്പാൻ നടപ്പാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് $52 ബില്യൺ ആയിട്ട് ഡിഫൻസിൽ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത അളവിൽ അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സൗത്ത് ചൈന സീ ചുറ്റിപ്പറ്റിയിട്ടും പലതരത്തില് പല പ്രശ്നങ്ങളും തുടങ്ങാൻ പോകുന്നുണ്ട്. ഇതേ സമയത്ത് റഷ്യ ഇന്ത്യക്ക് ഒരു സപ്പോർട്ടായ രീതിയിൽ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനിലെ ഒരു പ്രൊജക്റ്റ് ഒക്കെ റഷ്യ നടത്താൻ പോകുന്നു പറഞ്ഞിട്ട് വാർത്തകൾ വന്നിരുന്നു. ഇതില് റഷ്യയുടെ ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ ഒരു പ്രൊജക്ട് നടപ്പാക്കുന്നതിലൂടെ ഇന്ത്യക്ക് പ്രശ്നങ്ങൾ വരില്ല എന്നും ഇന്ത്യക്ക് എപ്പോഴും റഷ്യയുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്നും അമേരിക്ക ഈ സാങ്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് തുർക്കിയെ ഒതുക്കാൻ നോക്കുന്നുണ്ട്. ഇന്ത്യയുടെ മേലെയും ഈ സാങ്ഷൻ കൊണ്ടുവരുമോ എന്ന രീതിയിൽ പല ഡൗട്ടുകളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. സോ അതിനെ കണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നും ഇന്ത്യയുടെ കൂടെ റഷ്യ എന്നും നിൽക്കുമെന്ന രീതിയിൽ ഒരു ടോക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തില് ഇന്ത്യയെ ചുറ്റിപ്പറ്റിയിട്ടും പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്.
ഇതിനെപ്പറ്റിയെല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് മറ്റുള്ള വീഡിയോസിൽ സംസാരിക്കാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പറ്റിയ അഭിപ്രായം കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ LICയിലെ പ്രശ്നം നീണ്ടു പോകുമെന്നാണോ അല്ല 2021 തുടക്കത്തിൽ തന്നെ അവസാനിക്കുമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഇതും കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്.